Welcome to News in 360 Degree by Civils 360 IAS Academy. So, ഇന്നത്തെ എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിള് നമ്മുടെ പുതിയ ന്യൂ പെൻഷൻ സ്കീമിനെ പറ്റിയിട്ടാണ്. സോ ഇതിന്റെ ബാക്ക്ഡ്രോപ്പിൽ നമ്മൾ അറിയേണ്ടത് പ്രിലിംസ് പെർസ്പെക്റ്റീവില് പെൻഷൻ സ്കീമിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് അറിഞ്ഞു വെക്കണം. അതല്ലാണ്ട് മെയിൻസിൽ എന്തൊക്കെയാണ് വ്യത്യാസം, ഇപ്പൊ പുതിയതായിട്ട് വന്ന പെൻഷൻ സ്കീമിന് എന്തൊക്കെയാണ് ചേഞ്ചസ് ഉള്ളത്, അതെങ്ങനെയാണ് അതിന്റെ ഇമ്പാക്ട് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് മെയിൻസ് പെർസ്പെക്റ്റീവിലും അറിഞ്ഞു വെക്കണം. സോ 2004 മുന്നേ വരെ നമുക്ക് ഉണ്ടായിരുന്നത് ഓൾഡ് പെൻഷൻ സ്കീമാണ്, OPS എന്ന് നമ്മൾ ഷോർട്ടിൽ വിളിക്കും. അപ്പോ ഈ OPSന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് എ ഡിഫൈൻഡ് ബെനിഫിറ്റ് സ്കീം. ഡിഫൈൻഡ് ബെനിഫിറ്റ് സ്കീം എന്ന് പറഞ്ഞാൽ പെൻഷൻ എമൗണ്ട് നമ്മുടെ ലാസ്റ്റ് ഡ്രോൺ സാലറിയുടെ ഒരു സർട്ടൻ പെർസെന്റേജ് ആണ് എന്നുള്ളത് പ്രീ ഡിറ്റർമിൻഡ് ആണ്. മാത്രമല്ല ഇതിന്റെ എൻറ്റയർ കോൺട്രിബ്യൂഷൻ അത് ഗവൺമെന്റിന്റെ തന്നെയാണ്. ഇറ്റ്സ് എൻറ്റയർലി ഫണ്ടഡ് ബൈ ദ ഗവൺമെന്റ് വിത്ത് നോ ഡയറക്റ്റ് കോൺട്രിബ്യൂഷൻ ഫ്രം ദി എംപ്ലോയീസ്. അതുകൂടാണ്ട് ഫൈനാൻഷ്യൽ മാർക്കറ്റുകളുടെ റിസ്കിൽ നിന്നൊക്കെ ഇത് ഇൻസുലേറ്റഡ് ആയിരുന്നു. അതായത് ഫൈനാൻഷ്യൽ മാർക്കറ്റ്സുമായിട്ട് പ്രത്യേകിച്ച് ഇതിനൊരു ബന്ധമില്ലായിരുന്നു. ഇതിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞിരുന്നത് ഇറ്റ് പോസ് എ സിഗ്നിഫിക്കന്റ് ഫൈനാൻഷ്യൽ ബർഡൻ ഓൺ ദ ഗവൺമെന്റ് ഡ്യൂ ടു ഇറ്റ്സ് അൺഫണ്ടഡ് നേച്ചർ. അതായത് എൻറ്റയർലി ഗവൺമെന്റിൽ നിന്ന് തന്നെ പൈസ പോകുന്നതുകൊണ്ട് തന്നെ ട്രഷറിക്ക് ഭയങ്കര ഒരു ബർഡൻ ആയിരുന്നു. ഇതിനുശേഷം 2004 ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഒരു ന്യൂ പെൻഷൻ സ്കീം. ഇതൊരു ഡിഫൈൻഡ് ബെനിഫിറ്റ് സ്കീമിൽ നിന്ന് ഡിഫൈൻഡ് കോൺട്രിബ്യൂഷൻ സ്കീമിലേക്കൊരു മാറ്റമായിരുന്നു OPS നിന്ന് NPS 2004 സംഭവിച്ചത്. ഈ NPSന്റെ പ്രത്യേകത ന്യൂ പെൻഷൻ സ്കീമിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ both the employee and the government would contribute to a pension corpus. അതായത് എംപ്ലോയിയും ഒരു ഫിക്സ്ഡ് എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും, ഗവൺമെന്റ് 1% കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇതൊരു പെൻഷൻ കോർപ്പസിലേക്കാണ് പോവുക. അതായത് നമ്മുടെ പേരിൽ ഒരു പെൻഷൻ ഫണ്ട് ഉണ്ടായിരിക്കും. ഈ പെൻഷൻ ഫണ്ട് ഫിനാൻഷ്യൽ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. അതായത് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇതിനെ ഇൻവെസ്റ്റ് ചെയ്യും. എന്നിട്ട് അവസാനം നമ്മൾ റിട്ടയർ ആകുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ ഇൻവെസ്റ്റ്മെന്റ് നല്ലതായിട്ട് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഗെയിൻസ് നമ്മുടെ പെൻഷനിൽ ഉണ്ടാവും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടവും സംഭവിക്കാം. ആൻഡ് ദർ വാസ് നോ മിനിമം ഗ്യാരണ്ടീഡ് എമൗണ്ട് ഓഫ് പെൻഷൻ. സോ അതുകൊണ്ട് തന്നെ ഇറ്റ്സ് മാർക്കറ്റ് ലിങ്ക് റിട്ടേൺസ് ആയിരുന്നു. പെൻഷൻ പേ ഔട്ട്സ് വർ ലിങ്ക് ടു ദ പെർഫോമൻസ് ഓഫ് ദി ഇൻവെസ്റ്റ്മെന്റ്സ്. മാർക്കറ്റ് മോശമായിട്ട് പോയാൽ ദാറ്റ് വുഡ് റിഫ്ലക്ട് ഇൻ ആർ പെൻഷൻ. നമ്മുടെ ആഡിലൊക്കെ പറയുന്ന പോലെ ഇൻവെസ്റ്റ്മെന്റ്സ് ആർ സബ്ജക്ട് ടു മാർക്കറ്റ് റിസ്ക്. അതായിരുന്നു ഈ ന്യൂ പെൻഷൻ സ്കീമിന്റെ ഇഷ്യൂ എന്ന് പറയുന്നത്. സോ ഈ ന്യൂ പെൻഷൻ സ്കീം ഇങ്ങനെ എന്താ പറയുക, ഓൾഡ് പെൻഷൻ സ്കീമിനെ സംബന്ധിച്ച് റിട്ടേൺസ് കുറവാകാനുള്ള സാധ്യത വളരെ അധികമായതുകൊണ്ടും മിനിമം ഒരു ഗ്യാരണ്ടി ഇല്ലാത്തത് കൊണ്ടും ഇതിനെതിരെ ഒരുപാട് പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നു. സോ അതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് ഒരു TV സോമനാഥൻ കമ്മിറ്റി ഇതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായി. ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് പ്രകാരം ഇപ്പോ റോൾ ഔട്ട് ചെയ്തതാണ് യൂണിഫൈഡ് പെൻഷൻ സ്കീം അഥവാ UPS. അപ്പൊ ഈ യൂണിഫൈഡ് പെൻഷൻ സ്കീം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന OPSന്റെയും 2004 NPSന്റെയും ഒരു കോമ്പിനേഷൻ ആണ്. രണ്ടിന്നും എലിമെന്റ്സ് എടുത്തിട്ടാണ് ഈ യൂണിഫൈഡ് പെൻഷൻ സ്കീം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഇതിപ്പോഴും ഇറ്റ്സ് ഇൻ ദ പ്രോസസ് ഓഫ് റോളിംഗ് ഔട്ട്. ഇത് കംപ്ലീറ്റ്ലി എന്താ പറയുക, ഇതിന്റെ എന്തൊക്കെയായിരിക്കും ഉണ്ടാവുന്നത് ഫൈനലൈസ് ആയിട്ടുള്ള ജസ്റ്റ് ഒരു ബേസിക് ഔട്ട്ലൈൻ മാത്രമേ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളൂ. സോ ഇറ്റ് കമ്പൈൻസ് ദ ബെനിഫിറ്റ്സ് ഓഫ് ബോത്ത് OPS ആൻഡ് NPS ആൻഡ് സ്ട്രൈക്സ് എ ബാലൻസ് ബിറ്റ്വീൻ ഗ്യാരണ്ടീഡ് ബെനിഫിറ്റ്സ് ആൻഡ് മാർക്കറ്റ് ലിങ്ക് റിട്ടേൺ. അപ്പോ there is a possibility that it offers a guaranteed minimum pension to ensure financial security in retirement. Basically pension എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സെക്യൂരിറ്റി, ഒരു വെൽഫെയർ സ്റ്റേറ്റിന്റെ സോഷ്യൽ സെക്യൂരിറ്റി ഇനിഷ്യേറ്റീവ് ആണല്ലോ പെൻഷൻ. ഒരു സോഷ്യൽ സെക്യൂരിറ്റി നെറ്റ് ആണ് ഈ പെൻഷൻ എന്ന് പറയുന്നത്. സോ ഒരു മിനിമം ഗ്യാരണ്ടീഡ് റിട്ടേൺസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താ പറയാ, കുറച്ചുകൂടെ ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ട് റിട്ടയർമെന്റ് ഒക്കെ പ്ലാൻ ചെയ്യാൻ ആൾക്കാർക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ അതാണ് OPS എടുത്തത്. ഒരു മിനിമം ഗ്യാരണ്ടീഡ് പെൻഷന്റെ പ്രോമിസ് ഉണ്ട് UPSന്റെ കീഴിൽ. സോ അത് ഓൾഡ് പെൻഷൻ സ്കീമിൽ നിന്ന് എടുത്തതാണ്. NPS എടുത്തതെന്ന് വെച്ചാൽ എംപ്ലോയീസിന്റെയും ഗവൺമെന്റിന്റെയും കോൺട്രിബ്യൂഷൻ ഉണ്ടാവും എന്നുള്ളതാണ് NPS എടുത്തേക്കുന്ന എലമെന്റ്. അപ്പോൾ ഈ UPS ഇപ്പോഴും റോൾ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ കുറച്ച് എന്താ പറയുക ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, എന്തൊക്കെ റെക്ടിഫൈ ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നൊക്കെയാണ് ഈ ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുള്ളത്. സോ ആർട്ടിക്കിളിൽ കുറച്ചുകൂടെ എന്താ പറയുക ഒരു സോഷ്യൽ പെർസ്പെക്റ്റീവ് കൂടെ പറഞ്ഞിട്ടുണ്ട്. OPS ടു NPS ഷിഫ്റ്റ്, ഓൾഡ് പെൻഷൻ സ്കീമിൽ നിന്ന് 2004 NPSന്റെ ഷിഫ്റ്റ് സിഗ്നിഫൈ ചെയ്യുന്നത് ഒരു ന്യൂ ലിബറൽ ടെൻഡൻസി ആണ് ടു റെഡ്യൂസ് സ്റ്റേറ്റ് ഇൻവോൾവ്മെന്റ് ഇൻ വെൽഫെയർ പ്രൊവിഷൻസ്. ഒരു നിയോ ലിബറൽ ഐഡിയോളജി എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ ഇൻവോൾവ്മെന്റ്
എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇഷ്യൂസിൽ മാക്സിമം കുറയ്ക്കുക, മാർക്കറ്റ് ബേസിസിൽ അതിനെ റൺ ചെയ്യുക എന്നുള്ളതാണ് ന്യൂ ലിബറൽ ഐഡിയോളജിയുടെ ക്രക്സ്. സോ ഇതൊരു ന്യൂ ലിബറൽ ഷിഫ്റ്റ് ആയിരുന്നു എന്നാണ് ഈ ആർട്ടിക്കിൾ അഭിപ്രായപ്പെടുന്നത്. സോ ഇതിന്റെ ഇഷ്യൂസ് എന്തൊക്കെയാന്ന് വെച്ചാൽ ഇറ്റ് ട്രാൻസ്ഫേഴ്സ് ദ റിസ്ക് ടു ഇൻഡിവിജ്വൽസ്. നേരത്തെ ഓൾഡ് പെൻഷൻ സ്കീമിന്റെ കീഴിൽ എന്തായിരുന്നു, സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്യുമായിരുന്നു. സോ ഇറ്റ് വാസ് ഫ്രം എ വെൽഫെയർ പെർസ്പെക്റ്റീവ്. ഇപ്പോ ഈ ന്യൂ പെൻഷൻ സ്കീമിലേക്ക് വന്നപ്പോ 2004 ഈ റിസ്ക് ഇൻഡിവിജ്വൽസിലേക്ക് ട്രാൻസ്ഫർ ആവുകയാണ്. സോ ദേ ആർ ലെഫ്റ്റ് ഓൺ ദിയർ ഓൺ. ആ ഒരു സോഷ്യൽ സെക്യൂരിറ്റി നെറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് അവിടെ ഇല്ലാണ്ടാവുകയാണ്. ആൻഡ് ഇറ്റ് ഓൾസോ കോൺസ്റ്റിറ്റ്യൂട്ട്സ് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് പബ്ലിക് വെൽഫെയർ പ്രോഗ്രാംസ്. ഇത് നമുക്ക് സോഷ്യോളജി പെർസ്പെക്റ്റീവിലൊക്കെ പറയുകയാണെങ്കിൽ എന്താ പറയുക, ഒരു മാർക്സിസ്റ്റ് ഇന്റർപ്രിട്ടേഷൻ ആണ്. ദാറ്റ് ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് എ കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് പബ്ലിക് വെൽഫെയർ പ്രോഗ്രാംസ്. പബ്ലിക് വെൽഫെയർ പ്രോഗ്രാംസിന് തന്നെ ഒരു എന്താ പറയുക, ഒരു വിൽപ്പനയ്ക്കുള്ള ഒരു ചരക്കാക്കി മാറ്റുന്ന ഒരു ടെൻഡൻസി ആണെന്നും പറയുന്നുണ്ട്. ഇറ്റ് ഇൻവോൾവ്സ് എ വീക്കനിങ് ഓഫ് സ്റ്റേറ്റ്സ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. പിന്നെ ഇപ്പൊ ഈ യൂണിഫൈഡ് പെൻഷൻ സ്കീമിലേക്കുള്ള ചേഞ്ച് വരുന്നത് സിഗ്നിഫൈ ചെയ്യുന്നു എന്ന് ഓഥർ ആർഗ്യൂ ചെയ്യുന്നത് ഇറ്റ്സ് എ റിട്രീറ്റ് ഓഫ് നിയോ ലിബറലിസം. ഈ നിയോ ലിബറൽ ടെൻഡൻസി, അതായത് സ്റ്റേറ്റിന്റെ ഇൻവോൾവ്മെന്റ് കുറയുന്നതിന്റെ എന്താ പറയാ സെറ്റ് ബാക്സ് നമുക്ക് ഉണ്ടായത് ഒന്ന് 2008 ഫൈനാൻഷ്യൽ ക്രൈസിസ്, 2008 സാമ്പത്തിക മാന്ദ്യം. അതുകൂടാണ്ട് COVID-19 പാൻഡമിക്. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത് സ്പെയിന്റെ ആണ്. സ്പെയിൻ ആ സമയത്ത് അവരുടെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് എല്ലാം നാഷണലൈസ് ചെയ്തായിരുന്നു. കാരണം ഹെൽത്ത് കെയറിലും എന്താ പറയാ ആൾക്കാരുടെ വെൽഫെയറിലും സ്റ്റേറ്റിന്റെ ഇന്റർവെൻഷൻ വേണം എന്ന് സിഗ്നിഫൈ ചെയ്ത ഒരു ഇവന്റ് ആയിരുന്നു, ഒരു ഗ്ലോബൽ ഇവന്റ് ആയിരുന്നു COVID-19 പാൻഡമിക്. സോ അതുകൊണ്ട് തന്നെ ന്യൂ ലിബറലിസത്തിന്റെ റിട്രീറ്റ് നമുക്ക് കാണാനാവും. അതിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ ആയിട്ട് ഈ യൂണിഫൈഡ് പെൻഷൻ സ്കീമിനെ ഈ ആർട്ടിക്കിളിന്റെ ഓഥർ കാണുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ് ഇപ്പൊ യൂണിഫൈഡ് പെൻഷൻ സ്കീമിന്റെ ആസ് ഓഫ് നൗ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട്, എന്തൊക്കെ എന്താ പറയാ റെക്ടിഫൈ ചെയ്തിട്ട് വേണം അതിനെ ഫൈനലി റോൾ ഔട്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഈ ഓഥർ പറയുന്നത്. ഒന്ന്, ഓൾഡ് പെൻഷൻ സ്കീമിനെ അപേക്ഷിച്ച് ഇപ്പോഴും റിട്ടേൺസ് കുറവ് തന്നെയാണ്. രണ്ട്, ദർ ഇസ് എ റിസ്ക് ഓഫ് അൺസർട്ടൺ മാർക്കറ്റ് ബേസ്ഡ് അസെറ്റ്സ്. മാർക്കറ്റ് റിസ്ക് എന്ന് കംപ്ലീറ്റ്ലി ഇൻസുലേറ്റഡ് അല്ല. മൂന്ന്, 25 വർഷം സർവീസ് മിനിമം വേണം ഫോർ എ ഫുൾ പെൻഷൻ. സോ അത് ലേറ്റ് ആയിട്ട് സർവീസിൽ കയറുന്നവരെ നെഗറ്റീവ്ലി എഫക്ട് ചെയ്യും. പിന്നെ ദർ ഇസ് റിസ്ക് ഓഫ് പൊട്ടൻഷ്യൽ അണ്ടർ ഫണ്ടിങ്. ഈ അണ്ടർ ഫണ്ടിങ്, ഗവൺമെന്റ് ഭാഗത്തു നിന്നൊക്കെ അണ്ടർ ഫണ്ടിങ് ഉണ്ടായാൽ ദർ ബി ഈ കോർപ്പസ്, നമ്മുടെ പെൻഷൻ കോർപ്പസ് ഡിപ്ലീറ്റ് ആവും. പിന്നെ അതല്ലാണ്ട് ലാക്ക് ഓഫ് ഹോളിസ്റ്റിക് കവറേജ്. യൂണിയൻ ഗവൺമെന്റ് എംപ്ലോയീസിനെ മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. പിന്നെ പബ്ലിക് സെക്ടർ വർക്കേഴ്സ് ലൈക് ടീച്ചേഴ്സ് ഒക്കെ എക്സ്ക്ലൂഡഡ് ആണ് UPS നിന്ന്. സോ ഇതെല്ലാം റെക്ടിഫൈ ചെയ്തിട്ട് വേണം UPS ഇറക്കാൻ എന്നാണ് ആർട്ടിക്കിൾ പറയുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസം പിന്നെ ന്യൂസിൽ വന്നിട്ടുള്ള കാര്യം തന്നെയാണ് UNSCയുടെ റിഫോംസ്. സോ L69 ഗ്രൂപ്പ് ഓഫ് നേഷൻസും G4 കൺട്രീസും UNSC റിഫോംസിന് പുഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ന്യൂസ് വന്നിട്ടുള്ളത്. യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിൽ, UNSC എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസിന് 6 പ്രിൻസിപ്പൽ ഓർഗൻസ് ഉണ്ട്. അതിലൊന്നാണ് UNSC. സോ UNSCക്ക് 10 ഇലക്ടഡ് മെമ്പേഴ്സും 5 പെർമനന്റ് മെമ്പേഴ്സും ഉണ്ട്. ഈ P5 എന്നറിയപ്പെടുന്ന നേഷൻസ് ചൈന, US, ഫ്രാൻസ്, UK, റഷ്യ. ഈ 5 നേഷൻസ് P5ന് വീറ്റോ പവർ ഉണ്ട്. അതായത് റെസൊല്യൂഷൻസ് ഒക്കെ നള്ളിഫൈ ചെയ്ത് കളയാനുള്ള പവർ. ഈ ബോഡിയുടെ പ്രസിഡൻസി എന്ന് പറയുന്നത് ഈ 15 മെമ്പേഴ്സ് P5 പ്ലസ് 10 ഇലക്ടഡ് മെമ്പേഴ്സ്, ഇവരുടെ among these members മന്ത്ലി ബേസിസിൽ റൊട്ടേറ്റ് ആവും. ഈ UNSCയുടെ പ്രധാന എയിം എന്ന് പറയുന്നത് ഇസ് ടു മെയിൻറ്റെയിൻ ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. പിന്നെ ഇറ്റ്സ് ദ ഓൺലി UN ബോഡി വിത്ത് അതോറിറ്റി ടു ഇഷ്യൂ ബൈൻഡിങ് റെസൊല്യൂഷൻസ് ടു മെമ്പർ സ്റ്റേറ്റ്സ്. ബൈൻഡിങ് റെസൊല്യൂഷൻസ് ഇറക്കാൻ ഇപ്പൊ യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടാവും. ജനറൽ അസംബ്ലി കുറെ റെസൊല്യൂഷൻസ് ഇറക്കാറുണ്ട്, പക്ഷെ അതൊന്നും ബൈൻഡിങ് ആവണം എന്നില്ല. ബൈൻഡിങ് റെസൊല്യൂഷൻസ് ഇറക്കാൻ കെൽപ്പുള്ള ഒരേ ഒരു UN ബോഡി എന്ന് പറയുന്നത് UNSC ആണ്. ഇതാണ് UNSC പറ്റിയിട്ടുള്ള ബേസിക്സ്. UNSC റിഫോംസിന്റെ നീഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. റിഫോംസിന്റെ നീഡ് നമ്മൾ മെയിൻസ് പെർസ്പെക്ടീവ് ഒരു അനാലിറ്റിക്കൽ പെർസ്പെക്ടീവ് അറിഞ്ഞു വെക്കേണ്ടതാണ്. ഇതൊരു നോൺ റെപ്രസെന്റേറ്റീവ് ബോഡിയാണ്. ആഫ്രിക്കയ്ക്കും സൗത്ത് അമേരിക്കയ്ക്കും ഒക്കെ ഒരു പെർമനന്റ് സീറ്റ് ഇല്ല UNSCയില്. അതുകൂടാണ്ട് P5 നേഷൻസിന്റെ ഒരു മോണോപ്പൊളിയാണ് ഇതിൽ നടക്കുന്നത്. പിന്നെ ഇത് വർക്കിംഗിൽ പലപ്പോഴും UNSC ബാക്ക്ഡോർ മീറ്റിംഗ്സ് നടത്താറുണ്ട്. എങ്ങനെയാണ് അവർ ഡിസിഷൻസിലേക്ക് അറൈവ് ചെയ്യുന്നതിനെ പറ്റി ട്രാൻസ്പെറൻസി ഉണ്ടാവാറില്ല. സോ ദിസ് എ ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി. അതുകൂടാണ്ട് ജിയോ പൊളിറ്റിക്കൽ സെനാരിയോ ചേഞ്ച് ചെയ്യാണ്. ഇപ്പൊ ഇന്ത്യ പോലത്തെ ഉള്ള നേഷൻസ്, ഡെവലപ്പിംഗ് നേഷൻസ് ഒക്കെ പുഷ് ചെയ്യുന്നത് എന്താണ്, ഒരു മൾട്ടിപോളാർ
വേൾഡിനാണ്. അതായത് പവർ സെന്റേഴ്സ് ഒരു ബൈപോളാർ അല്ലെങ്കിൽ യൂണിപോളാർ, വേൾഡ് വാറിന് ശേഷം ഒരു യൂണിപോളാർ വേൾഡ് ആയിരുന്നു, എസ്പെഷ്യലി എന്താ പറയുക ഒരു ബൈപോളാർ വേൾഡ് ആയിരുന്നു. US കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. USSRന്റെ ഡിസിന്റഗ്രേഷന് ശേഷം കുറച്ചു കാലം എന്തായിരുന്നു, ഒരു യൂണിപോളാർ വേൾഡ് ആയിരുന്നു. അപ്പൊ ഇപ്പൊ പിന്നെയും ഡൈനമിക്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ യുഎസിനെ എന്താ പറയാ, യുഎസിന്റെ ഒരു ഡോമിനൻസ് കുറയ്ക്കാനുള്ള മെഷേഴ്സ്, മറ്റ് റൈസിംഗ് പവേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ചൈന പോലത്തെ റൈസിംഗ് പവേഴ്സ്, ഇന്ത്യ പോലത്തെ റൈസിംഗ് പവേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനത്തെ ഡെവലപ്പിംഗ് നേഷൻസിന്റെ ഒക്കെ ആഗ്രഹം ഒരു മൾട്ടിപോളാർ വേൾഡ് ആണ്. അപ്പൊ ഈ ചേഞ്ചിങ് ജിയോ പൊളിറ്റിക്കൽ സിനാറിയോയിലും UNSC റിഫോംസ് അനിവാര്യമാണ്. സോ എന്താണ് ഈ G4 നേഷൻസ്? G4 നേഷൻസ് എന്ന് പറയുന്നത് ഈ UNSCയിൽ പെർമനന്റ് സീറ്റ് ആവശ്യപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് 4 ആണ്. ഇന്ത്യ, ബ്രസീൽ, ജർമ്മനി ആൻഡ് ജപ്പാൻ. ഈ G4 നേഷൻസ് എന്തിന്റെ കോണ്ടെക്സ്റ്റിലാണ് ന്യൂസിൽ വന്നിട്ടുള്ളത്, ആരൊക്കെ ഉണ്ട് എന്നുള്ളത് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ അറിഞ്ഞു വെക്കുന്നത് നല്ലതായിരിക്കും. G4 നേഷൻസ് UNSC റിഫോംസ് കോണ്ടെക്സ്റ്റിലാണ്, ഇന്ത്യ അതിൽ ഭാഗമാണ്. പിന്നെ അതുകൂടാണ്ട് L69 നേഷൻസ്. ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഡെവലപ്പിംഗ് കൺട്രീസ് ഫ്രം ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക ആൻഡ് ദ കരീബിയൻ, ഏഷ്യ ആൻഡ് Pacific. Pacificile small island developing states, SIDS. ഇതിന്റെയൊക്കെ ഗ്രൂപ്പിംഗ് ആണ് L69 നേഷൻസ്. ഇതിലും ഇന്ത്യ പാർട്ടാണ്. L69 നേഷൻസും ഈ പറയുന്ന UNSC റിഫോംസിന് പുഷ് ചെയ്യാണ്. പിന്നെ മൂന്നാമതൊരു C10 ഗ്രൂപ്പിനെ പറ്റി പറയുന്നുണ്ട്. ഇറ്റ്സ് ഗ്രൂപ്പ് ഓഫ് 10 ആഫ്രിക്കൻ നേഷൻസ്. ഈ ആഫ്രിക്കൻ നേഷൻസ് ഏതൊക്കെയാണെന്ന് ഓർത്ത് വയ്ക്കുന്നത് നല്ലതാവും. ഈ C10 ഗ്രൂപ്പിംഗും UNSC റിഫോംസിന് വേണ്ടി പുഷ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു പ്രധാന ആർട്ടിക്കിൾ വന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് എ ലിവിംഗ് ഡോക്യുമെന്റ് ആണ്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് എ ലിവിംഗ് ഡോക്യുമെന്റ് മെയിൻസിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. മെയിൻസ് പെർസ്പെക്റ്റീവിൽ നമ്മൾ നോട്ട് ഉണ്ടാക്കേണ്ട ഒരു ടോപ്പിക് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് എ ലിവിംഗ് ഡോക്യുമെന്റ്. സോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ഫ്രോസൺ ആൻഡ് അൺആൾട്ടറബിൾ ഡോക്യുമെന്റ്. ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് എ ലിവിംഗ് ഡോക്യുമെന്റ് ഇൻഫാക്ട് നമ്മുടെ NCERT +1 ടെക്സ്റ്റിലെ ഒരു ചാപ്റ്റർ തന്നെയാണ്. It represents the needs and aspirations of the society and hence is designed to reflect the changing needs of time. അതായത് കാലം മാറുന്നതിനനുസരിച്ച് ഒരു സൊസൈറ്റിയുടെ നീഡ്സും മാറും. അപ്പൊ ആ നീഡ്സിനെ കോൺസ്റ്റിറ്റ്യൂഷനിൽ റിഫ്ലക്ട് ചെയ്യപ്പെടേണ്ടിയുണ്ട്. അതുകൊണ്ടാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന മാറ്റങ്ങൾ വരുന്നത് കൊണ്ടാണ് ഇറ്റ്സ് നോൺ ആസ് എ ലിവിംഗ് ഡോക്യുമെന്റ്. സോ രണ്ട് രീതിക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ലിവിംഗ് ഡോക്യുമെന്റ് ആവുന്നുണ്ട്. ഒന്ന് പാർലമെന്ററി അമെന്റ്മെന്റ്സിലൂടെ. ആൻഡ് അമെന്റ്മെന്റ്സിന്റെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 368 ആണ്. 368ന് പുറത്തും അമെന്റ്മെന്റ്സ് ഉണ്ട്, പക്ഷേ മോസ്റ്റ്ലി ആർട്ടിക്കിൾ 368ന്റെ കീഴിലാണ് അമെന്റ്മെന്റ്സ് വരിക. പിന്നെ ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷൻസിലൂടെയും കോൺസ്റ്റിറ്റ്യൂഷൻ ലിവിംഗ് ഡോക്യുമെന്റ് ആവുന്നുണ്ട്. പിന്നെ എക്സാമ്പിൾസ് പറയാനാണെങ്കിൽ ഒന്ന് 52nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്, ആന്റി ഡിഫെക്ഷൻ ലോ. ഇത് ആ ഒരു പൊളിറ്റിക്കൽ സാഹചര്യം, ആ ഒരു ഹിസ്റ്റോറിക്കൽ ജംഗ്ഷറിൽ ഒരുപാട് എന്താ പറയാ അൺസ്റ്റേബിൾ കോalition ഗവൺമെന്റ്സ് ഉണ്ടായിരുന്നു, ഒരുപാട് ഹോഴ്സ് ട്രേഡിംഗ് നടക്കുന്നുണ്ടായിരുന്നു. ആയാറാം ഗയാറാം എന്നൊക്കെ പറയുന്ന പോലെ MLAs അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ MPs അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നുണ്ടായിരുന്നു, ഗവൺമെന്റ്സ് വീഴുന്നുണ്ടായിരുന്നു. ആ ഒരു ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാക്കിയ ഒരു ഹിസ്റ്റോറിക്കൽ ജംഗ്ഷറിലാണ് ഈ പറയുന്ന ആന്റി ഡിഫെക്ഷൻ ലോ കൊണ്ടുവരേണ്ടി വന്നത്. അതുകൂടാണ്ട് 73rd and 74th CAA. അത് എന്താ പറയാ ഒരു പൊളിറ്റിക്കൽ ഡീസെൻട്രലൈസേഷനിലേക്ക് നടക്കുന്ന ഒരു ഓൺഗോയിങ് പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ലോക്കൽ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കോൺസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വന്നതായിരുന്നു. പിന്നെ 106 CAA. ഇതെന്താ പറയാ ഒരു പ്രൊലോങ്ഡ് സ്ട്രഗിൾ ഫോർ ജെൻഡർ ജസ്റ്റിസ് ഇൻ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. പോളിറ്റിയിൽ ഒരു ജെൻഡർ ജസ്റ്റിസിന്റെ ഒരു മൂവ് ആയിട്ട് റിസർവേഷൻ ഓഫ് സീറ്റ്സ് ഫോർ വിമൻ കൊണ്ടുവരാനായിട്ടായിരുന്നു ഈ അമെന്റ്മെന്റ് കൊണ്ടുവന്നത്. സോ ഇങ്ങനത്തെ എക്സാമ്പിൾസ് കൊണ്ടുവരിക എങ്ങനെയാണ് പാർലമെന്ററി അമെന്റ്മെന്റ്സ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലിവിംഗ് ഡോക്യുമെന്റ് ആക്കുന്നത്. അതുകൂടാണ്ട് ഇപ്പം നമ്മൾ SAക്കൊക്കെ കോട്ട് ചെയ്യുന്ന ഒരു ഓഥർ ഉണ്ട്, ഗൗതം ഭാട്ടിയ. പുള്ളിയുടെ ഒരു ബുക്കൊക്കെ ഉണ്ട് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് എ ലിവിംഗ് ഡോക്യുമെന്റ് എങ്ങനെയാണ് അത് ആവുന്നത് എന്നുള്ളത് എക്സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള. പിന്നെ ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷൻസ് എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ സ്കോപ്പ് എക്സ്പാൻഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ലിവിംഗ് ഡോക്യുമെന്റ് ആക്കുന്നത്. കേശവാനന്ദ ഭാരതി കേസ് 1973. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നിട്ടുള്ളത് എന്താണ്, ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ ആണ്. ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ എന്ന് പറയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷന് ഒരു ബേസിക് സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ പാർലമെന്റ് അമെന്റ് ചെയ്യാൻ പാടില്ല. ഇതൊരു ജുഡീഷ്യൽ ഇന്നോവേഷൻ ആണ്. ജുഡീഷ്യറി ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷന്റെ എന്താ പറയാ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ബേസിക് സ്ട്രക്ചറിനെ ഇന്റർപ്രറ്റ് ചെയ്ത് ഒരു ഇന്നോവേറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ്. എന്തൊക്കെയാണ് ബേസിക് സ്ട്രക്ചറിനെ അണ്ടർലൈൻ ചെയ്യുന്നത് ജുഡീഷ്യറി തന്നെയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ ന്യൂസിൽ ഫെഡറലിസം ഒരു ബേസിക് സ്ട്രക്ചർ ആണ് എന്ന് ഒരു ന്യൂസിൽ നമ്മൾ പറയുന്നുണ്ടായിരുന്നു. മേനകാ ഗാന്ധി കേസ് 1978 ഡ്യൂ പ്രോസസ് ഓഫ് ലോയെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ടാക്കിയ ഒരു കേസാണ്. ഇതുവരെയ്ക്കും നമുക്ക് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ആയിരുന്നു ഈ AKG കേസിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ ഡ്യൂ പ്രോസസ് ഓഫ് ലോ
കോർട്ട് അപ്ഹോൾഡ് ചെയ്തത് മേനക ഗാന്ധി കേസിലായിരുന്നു. ഈ ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്താണ്, പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോ എന്താണ്, ഇതിൽ കൺസെപ്റ്റൽ ക്ലാരിറ്റി നമുക്ക് പ്രിലിംസ് പെർസ്പെക്ടീവിൽ ഉണ്ടാവണം. 2023 ഒരു ക്വസ്റ്റ്യൻ താഴെ പറയുന്നതിൽ ഏതാണ് ഡ്യൂ പ്രോസസ് ഓഫ് ലോ റിഫ്ലക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സോ ആ കോൺസെപ്റ്റൽ ക്ലാരിറ്റി വേണം. അതല്ലാണ്ട് ഇപ്പം ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷന്റെ കാര്യം പറയുമ്പോൾ റീസെന്റ് ആയിട്ട് രഞ്ജിത് സിംഗ് കേസ് 2024 റൈറ്റ് ടു ബി ഫ്രീ ഫ്രം അഡ്വേഴ്സ് ഇഫക്ട്സ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർട്ടിക്കിൾ 14ന്റെയും ആർട്ടിക്കിൾ 21ന്റെയും കീഴിലാണെന്ന് സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നു. സോ ഇതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് എ ലിവിംഗ് ഡോക്യുമെന്റിന്റെ എക്സാമ്പിൾസ് ആയിട്ട് നിങ്ങൾക്ക് സൈറ്റ് ചെയ്യാം. ഇതിനെ നമ്മൾ ഒരു ആൻസറിന്റെ രീതിക്ക് ഫ്രെയിം ചെയ്ത് നോട്ട് ഉണ്ടാക്കുന്നത് മീൻസ് പെർസ്പെക്ടീവിൽ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ എത്തനോൾ സെന്റർ ലൈക്ലി ടു ഇൻക്രീസ് പ്രൈസ് ഓഫ് എത്തനോൾ ആൻഡ് ഷുഗർ. എത്തനോൾ ബ്ലെൻഡിങ്ങിനെ പറ്റിയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണിത്. സോ ഇതിന്റെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ എത്തനോൾ ബ്ലെൻഡിങ് എന്താണെന്ന് അറിയണം. പ്രിലിംസ് പെർസ്പെക്ടീവിൽ ജസ്റ്റ് സയന്റിഫിക്കലി അറിഞ്ഞാൽ മതി എത്തനോൾ എന്താണ്, എത്തനോൾ ബ്ലെൻഡിങ് എന്താണ്, ബയോഫ്യൂൽസ് എന്താണ്. അത് നാഷണൽ ബയോഫ്യൂൽ പോളിസി ഉണ്ട് നമുക്ക്, അതിന്റെ കീഴിൽ നമ്മുടെ പല സ്റ്റേജസ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് അറിഞ്ഞു വെക്കുന്ന പ്രിലിംസ് പെർസ്പെക്ടീവിൽ ഇമ്പോർട്ടന്റ് ആണ്. മീൻസ് പെർസ്പെക്ടീവിൽ എന്തൊക്കെയാണ് ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ, അതാണ് നമ്മൾ അറിയേണ്ടത്. എത്തനോൾ ബ്ലെൻഡിങ് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങൾ. So, biofuels are the fuels derived from the biomass of plants or animal wastes. Biowaste നിന്ന് derive ചെയ്യുന്ന fuel ആണ് biofuels. So, we have a national policy on biofuels which was released in 2018. So, ഈ ethanol blending, അതായത് നമ്മുടെ പെട്രോൾ കൺവെൻഷണൽ ഫോസിൽ ഫ്യൂൽസിന്റെ കൂടെ എത്തനോൾ കൂടി ആഡ് ചെയ്യുക. സോ എന്താണ്, നമ്മൾ ഫോസിൽ ഫ്യൂൽസിലുള്ള ഡിപ്പെൻഡൻസി ഒക്കെ കുറയ്ക്കാൻ പറ്റും. ഇനീഷ്യലി നമ്മുടെ ഈ ബയോഫ്യൂൽ പോളിസി പ്രകാരം 20% എത്തനോൾ ബ്ലെൻഡിങ് E20 നമ്മൾ 2030 ടാർഗറ്റ് സെറ്റ് ചെയ്തിരുന്നത്. പക്ഷെ നീതി ആയോഗിന്റെ ഒരു വർക്കിംഗ് പേപ്പർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം നമ്മൾ ആ ടാർഗറ്റ് അഡ്വാൻസ് ചെയ്തു ബൈ 2025-26. എത്തനോൾ ബ്ലെൻഡിങ്ങിന്റെ ബെനിഫിറ്റ്സ് പറയുമ്പോൾ ഇറ്റ് റെഡ്യൂസസ് ദ എമിഷൻ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. എന്താണ്, ഫോസിൽ ഫ്യൂൽസിന്റെ യൂസ് കുറയുമ്പോൾ എത്തനോൾ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ക്ലീനർ ഫ്യൂൽ ആണ്. സോ വെൻ വി ബ്ലെൻഡ് എത്തനോൾ വിത്ത് കൺവെൻഷണൽ ഫോസിൽ ഫ്യൂൽസ്, ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ കുറയും. റെഡ്യൂസസ് ഇമ്പോർട്ട് ഡിപ്പെൻഡൻസി ഓൺ ഫോസിൽ ഫ്യൂൽസ്. ഫോസിൽ ഫ്യൂൽ ഇമ്പോർട്ട്സ് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, നമ്മുടെ ട്രേഡ് ഇംബാലൻസിന്റെ ഒക്കെ ഒരു കോസ് ആണ്. സോ ഇമ്പോർട്ട് ഡിപ്പെൻഡൻസി കുറയും ഫോസിൽ ഫ്യൂൽസിന്റെ പുറത്ത്. ഗ്രേറ്റർ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. ഈ ഫോസിൽ ഫ്യൂൽ ഡിസ്റ്റിലറീസ് ഒക്കെ റൂറൽ ഏരിയാസ് തുടങ്ങുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. അതുകൂടാണ്ട് റൂറൽ ഏരിയാസിന്റെ ഡെവലപ്മെന്റിനൊക്കെ ഒരു ബൂസ്റ്റ് ആണ്. അതിലൂടെ തന്നെ ഇൻഡയറക്റ്റ് എംപ്ലോയ്മെന്റ് ജനറേഷനും നടക്കും. സോ ഇത്രയും ഇതിനെ പറ്റിയിട്ട്, എത്തനോൾ ബ്ലെൻഡിങ്ങിനെ പറ്റി, അതിന്റെ ബെനിഫിറ്റ്സിനെ പറ്റി, നമ്മുടെ നാഷണൽ ബയോഫ്യൂൽ പോളിസിനെ ഒക്കെ പറ്റി പ്രിലിംസ് ആൻഡ് മെയിൻസ് പെർസ്പെക്ടീവിൽ ഇമ്പോർട്ടന്റ് ആണ്. നോട്ട്സ് മീൻസ് പെർസ്പെക്ടീവിൽ ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോട്ട്സ് ഉണ്ടാക്കേണ്ടതുണ്ട്. അത്രേ ഉള്ളൂ ഇന്നത്തെ ഇമ്പോർട്ടന്റ് ന്യൂസ്. താങ്ക് യു.